സല്ലേച്ചി വാ നിന്നെ തന്നെ നോക്കിയിരുന്നത്. നിങ്ങൾ വോട്ടിട്ടാ? നീ എവിടെയായിരുന്നു എന്നെ വോട്ടിന് കൂടെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട്? ഞാൻ നോക്കിയപ്പോ നിങ്ങളെ കണ്ടില്ല. ഞാൻ അപ്പുറത്തെ ശ്യാമളേച്ചും കൂടെ ഒരുമിച്ചല്ലേ പോയത്. പിന്നെ ആ പിള്ളേർ അവിടെ പിടിച്ച് നിർത്തി നമ്മളെ പാർട്ടിക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിട്ട്, വോട്ട് പിടിക്കാനേ. അവിടെ പോയപ്പോ എന്തൊരു ഭയങ്കര പ്രശ്നം. ആരോ വോട്ടിട്ടപ്പോഴത്തേക്ക് അവർ ഇട്ട ചിഹ്നത്തിലല്ല വീണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര അടി അവിടെ പോയപ്പോ. ഇപ്പൊ നിങ്ങൾ വോട്ടിട്ടാ? ഞാൻ വോട്ടൊക്കെ ഇട്ടു. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇട്ടേ? ഞാനാ എന്തിനു പറയാ. അപ്പൊ ഞാൻ അവിടെ പോയപ്പം എനിക്ക് സത്യം പറഞ്ഞ എല്ലാം കൂടെ മാറിപ്പോയി. എന്നാ നിങ്ങൾ കേൾക്കണം കേട്ടോ. ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് എല്ലാം കൂടെ എനിക്ക് മാറിപ്പോയി. മാറിപ്പോയെന്ന് പറഞ്ഞാൽ ഇവിടെ വോട്ട് പിടിക്കാൻ പറഞ്ഞവരെ കുറെ നോട്ടീസും കുറെ ബുക്ക് പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് കുറെ പേരെ ഫോട്ടോ വെച്ചുള്ള സാധനങ്ങളും കൊണ്ടിട്ട് അങ്ങ് പോകും. അങ്ങ് കൊടുക്കണം എന്തര് അത് ഒരു വോട്ട് ചോദിക്കേ ഒന്നുമില്ല. ചുമ്മാ കൊണ്ട് ഒരു നോട്ടീസും കൊണ്ടിട്ടിട്ട് പോകും. നമ്മൾ നേരം വെളുക്കുമ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ കുറെ ബുക്ക് പോലത്തെ പേപ്പറുകളും എല്ലാം കൂടെ കൊണ്ടിട്ടിരിക്കും. അല്ല ആര് കൊണ്ടിട്ട് എന്തൊരു കൊണ്ടിട്ട് ഒന്നും അറിയാൻ പാടില്ല. എന്നാ ഞാൻ ഒരു വോട്ട് പിടുത്തോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടാ? ഇവിടെ അങ്ങനെ ഇല്ല. ഒരു വോട്ട് പിടുത്തോ അങ്ങനെ വോട്ട് ചോയ്പോ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ രണ്ടുപേര് വരും, വന്ന് നോട്ടീസും കൊണ്ടിട്ടിട്ട് പോകും. അതാണ് ഇവിടെ നടന്നത്. അപ്പൊ ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഓ ചേച്ചി നമ്മളെ പാർട്ടിക്ക് എന്നെ കൊടുക്കണേ എന്നൊക്കെ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ആ പാർട്ടിക്കാർ വന്ന് ഓരോരുത്തർക്ക് 2000 രൂപ വെച്ച് കൊടുക്കുമെന്ന്. ഓരോ പാർട്ടിക്കാരും കൊടുക്കും. 4 പാർട്ടി ഉണ്ടെങ്കിൽ 4 പേര് 2000 രൂപ വെച്ച് കൊടുത്താൽ നമുക്ക് 8000 രൂപ കിട്ടൂലേ? അപ്പൊ നമുക്കൊരു സന്തോഷം, നമുക്ക് ഇഷ്ടമുള്ളവർ വോട്ടും കൊടുക്കാം. എന്നാൽ ഇവിടെ അതുമില്ല. നശിച്ചു കേട്ടാ, ഈ സ്ഥലം നശിച്ച്. എന്നാ നിങ്ങളിപ്പോ എന്തൊരു പറയണത്? കറക്റ്റായിട്ട് വോട്ട് ഇട്ട? വോട്ട് ഇട്ട് എന്തരെന്ന് പറഞ്ഞാ. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര ബഹളേ. ആ വോട്ടിട്ടത് ഒരു ചിഹ്നത്തില് വന്നത് വേറൊരു ചിഹ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. ഈ ബഹളത്തിന്റെ ഇടയിൽ ഞാൻ അങ്ങ് കയറിയപ്പോ എനിക്ക് ആക്കിടണം എന്തരിടണം ഞാൻ മറന്നു. പിന്നെ ഞാൻ എന്തൊരു ചെയ്തെന്നറിയാമോ? നേരത്തെ പിടിച്ചു വെച്ചങ്ങ് കുത്തി. ആ കുത്താനും ഒരു രസം, സൗണ്ട് കേൾക്കാനും ഒരു രസം. അങ്ങ് കുത്തി ആക്ക് വേണം ഇട്ടിട്ട്. നമ്മൾ ആരെയും പിണക്കിയൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഞാൻ അങ്ങിട്ട്. അയ്യേ നിങ്ങൾ എന്തെന്നേ കാണിച്ചത്? പിന്നെ അല്ലാതെ അയ്യേ അങ്ങനെ ഇട്ട വോട്ട് അസാധുവാവൂലേ? എന്ത് അസാധുവാ? അസാധുവെങ്കിൽ അസാധു ചിഹ്നത്തിൽ എനിക്കവർക്ക് അങ്ങ് കിട്ടട്ടെ. അല്ലാതെ തന്നെ ഇനിയിപ്പോ എന്തൊരു പറയാ. ആര് ജയിച്ചാലും നമുക്കൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ടാ നമുക്ക് ജീവിക്കാം. അല്ലാതെ ആര് ജയിച്ചാലും ഈ വോട്ടിന്റെ സമയത്ത് വന്ന് ചക്കരെ തേനെ പറയണതല്ലാതെ അപ്പി പിന്നെ ഒരാവശ്യത്തിന് നമ്മൾ വിളിച്ച, ഇവിടെ ഒരു വാർഡ് മെമ്പറുണ്ട്, എന്റെ ദൈവമേ, നമ്മൾ വിളിച്ചാൽ കൂടെ ഫോൺ എടുക്കൂല. മനസ്സിലായ? അവർക്ക് സിമ്പതിയുള്ള ആളുകൾക്കൊക്കെ അവര് ഓരോന്നും ചെയ്തു കൊടുക്കും. നമുക്ക് ആര് ജയിച്ചാലോ എടുത്താലോ ഒരു ഗുണവും ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ടാ നമ്മൾ ചെയ്യും. നിങ്ങളെ വോട്ട് പാഴ്. അതിനിപ്പോ അസാധുവെങ്കിൽ അസാധു ഉള്ള ആളുകൾ അങ്ങ് എടുക്കട്ടല്ലേ? അല്ല നിങ്ങൾക്ക് എന്നെ വിളിച്ചുകൂടെ? ഞാൻ കൂടെ വരൂലേ? ഞാൻ പറഞ്ഞു തരൂലായിരുന്നു. പെണ്ണ നീ നിന്റെ പാട് നോക്കി പോവണേ. എനിക്കിവിടെ ജോലിയുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം. ഞാൻ പോട്ടാപ്പികളെ, എനിക്ക് ഇതൊന്നുമില്ല. ഈ വോട്ട് ചെയ്യാൻ പോണതേ എനിക്ക് ദേഷ്യം. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞാൻ പോണു. അയ്യേ ആ വോട്ട് വെറുതെ പോയി.